ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എഗ്ഗ് മൊമോസ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായ മൈദ നമുക്കെടുക്കാം. ഞാനിവിടെ ഒരു 5 പേർക്ക് ഉണ്ടാക്കാൻ പറ്റിയ മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ അത് നന്നായി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ചെറുതായിട്ട് 2-3 ഡ്രോപ്പ് ഓയിലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റും കൂടെ ആവും. അതും കൂടെ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് ഇതേമാതിരി റെഡിയാക്കി നമുക്ക് വയ്ക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ചെറിയ വട്ടത്തിൽ ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചെറിയൊരു പപ്പടത്തിൻ്റെയൊക്കെ ചെറിയ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. അത് റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും ഒരു തക്കാളിയും അരിഞ്ഞ് കഴുകി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കൊച്ചുള്ളിയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. നന്നായി പകുതി വെന്തതിന് ശേഷം 2 മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതിലേക്ക് ഈ ഗ്രേവി ഇട്ട് കൊടുക്കുക. അത് നന്നായി കവർ ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആവിയിൽ വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമ്മുടെ എഗ്ഗ് മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. ഇത് കുറച്ച് സോസിൻ്റെ കൂടെയും തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.